ലക്ഷദ്വീപിൽ തിണ്ണക്കര എന്ന് പറഞ്ഞിട്ടുള്ള ഐലൻഡിലാണ് കേട്ടോ ഉള്ളത്. അഗത്തിയിലൊക്കെ വന്ന് ഫ്ലൈറ്റിൽ ലക്ഷദ്വീപ് വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ബംഗാരം തിണ്ണക്കര മിസ് ചെയ്യരുത്. മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ലക്ഷദ്വീപ് നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ദ്വീപുകളാണ് തിണ്ണക്കരയും അതുപോലെ തന്നെ ബംഗാരവും. ഏകദേശം 36ഓളം ദ്വീപുകളുണ്ടെങ്കിലും അതിൽ വെറും 11 ദ്വീപുകളോളം ആൾതാമസമുള്ളൂ. തിണ്ണക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ദ്വീപുകളിൽ നിന്ന് ആളുകൾ ഇവിടെ വന്നിട്ട് താമസിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പൊതുവെ ഇവിടെ ആൾതാമസമില്ല. അപ്പോൾ എന്തായാലും അവിടെ പോയ സമയത്ത് അവിടുത്തെ ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള ഭക്ഷണങ്ങളും പാനീയങ്ങളും കാര്യങ്ങളൊക്കെ അവിടുത്തെ ആളുകൾ തന്ന് ഇൻവൈറ്റ് ചെയ്തു. ആളുകളുടെ ക്യാരക്ടർ പറയാനാണെങ്കിൽ ലക്ഷദ്വീപിലെ ആ ഒരു ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കെയർ ചെയ്യുന്ന ആളുകളാണ്. അതുപോലെ തന്നെ ഭയങ്കര ആതിഥ്യമര്യാദയുള്ള ആളുകളാണ് കേട്ടോ. ആദ്യത്തെ ലക്ഷദ്വീപ് യാത്രയായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ തിരിച്ചു വന്നത്. ഇനിയും ലക്ഷദ്വീപ് യാത്ര ചെയ്യണം എന്നുള്ളത്. അവിടുത്തെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു വെള്ളമാണ്. തെങ്ങിന്ന് എടുക്കുന്ന മീര ഒരുപാട് ദിവസം വെച്ച് അത് കുറുക്കിയെടുത്ത് ശർക്കരയാക്കുക